മനുഷ്യൻ പ്രകൃതിയിലേക്ക് നടത്തുന്ന ശുഭയാത്രയാണ് ജനനം. മരണമാകട്ടെ മ്ലാനമായ മടക്കയാത്രയും. ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഭൂമിയിൽ മനുഷ്യന് വേണ്ടി കരുതി വെച്ച മധുരകാലമാണ് പ്രകൃതിയിലേക്കുള്ള ശുഭ. പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണെന്നാണ് മലപ്പുറത്തെക്കുറിച്ചുള്ളൊരു പൊതുധാരണ. എന്നാൽ ആ ധാരണ യഥാർത്ഥത്തിൽ ശരിയല്ല. കേരളത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ ഏറ്റവും സമ്പന്നമായ സമൃദ്ധമായ അനുഭവങ്ങളുള്ളൊരു ജില്ലയാണ് മലപ്പുറം. ആധുനിക കേരളത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ചരിത്രത്തിൽ ആ സ്ഥാനം നിസ്സംശയം കൊടുക്കാൻ കഴിയാവുന്ന സഖാവ് EMS നമ്പൂതിരിപ്പാട് തൊട്ട് നിരവധി പ്രതിഭാശാലികളുടെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം തന്നെയാണ് മലപ്പുറം. തീർച്ചയായും മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സ്മരണ നിലനിർത്തുന്ന തുഞ്ചൻ പറമ്പ്, മഹാകവി പൂന്താനം, മഹാകവി മോയിൻകുട്ടി വൈദ്യർ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിൻ്റെ ആദ്യ പഥികന്മാരിൽ ഒരാളായിരുന്ന വെളിയങ്കോട് ഉമ്മർ ഖാദി, MP നാരായണമേനോൻ, ഇങ്ങനെയുള്ള സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള വ്യത്യസ്തങ്ങളായ പ്രതിഭാശാലികളുടെ കേന്ദ്രം തന്നെയാണ് മലപ്പുറം. അതായത് മിശ്ര സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ്. പലപ്പോഴും ആ നിലയിൽ മലപ്പുറത്തെ തിരിച്ചറിയുന്നതിൽ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട് എന്ന് ഏറ്റവും വലിയ സവിശേഷത, സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ ഒട്ടുമിക്ക പ്രദേശങ്ങളും നാട്ടുരാജാക്കന്മാരുടെയും അതുപോലെ തന്നെ വിവിധ നാടുവാഴികളുടെയുമൊക്കെ കീഴിൽ അകപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ പോലും വൈദേശിക ആധിപത്യത്തിലാണ് ഏറ്റവും കൂടുതൽ കാലം നിന്നിട്ടുള്ളത്.
വൈദേശികാധിപത്യത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് മലബാറിൽ നടന്ന ഏറ്റവും വലിയ കലാപങ്ങളേറെയും. ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന ആ പോരാട്ടങ്ങളുടെ തുടർച്ചയായിട്ടായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നൽകിയത്. മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൊന്നാനി മുസ്ലിം പള്ളികളുടെ തന്നെ സംഗമ ഭൂമിയാണ്. 6-7 കിലോമീറ്റർ നീളവും 1/2 കിലോമീറ്റർ വീതിയുമുള്ള ഈ കൊച്ചുദ്വീപിൽ 19 ജുമാ മസ്ജിദുകളടക്കം 49 പള്ളികളുണ്ട്. ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് ഇത്രയേറെ മുസ്ലിം പള്ളികൾ മറ്റെവിടെയും ജുമാഅത്ത് പള്ളി കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഇസ്ലാം മതപഠന കേന്ദ്രമാണ്. 1510 നിർമ്മിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ഖുദൂം ഒന്നാമൻ 1467 1522 അദ്ദേഹമാണ് പൊന്നാനി വലിയ പള്ളി സ്ഥാപിച്ചത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ
വിദേശ വിരുദ്ധധാരിയും അതോടൊപ്പം തന്നെ പോർച്ചുഗീസുകാർക്കെതിരായി പോരാട്ടത്തിന് നായകത്വം വഹിച്ച ചരിത്ര പുരുഷനായിരുന്നു ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. 1490-കളിലാണ് അദ്ദേഹം വിദേശത്ത് പഠിച്ചിരുന്നത്. അക്കാലത്ത് ലോകത്ത് തന്നെ കേവലം 10-ൽ താഴെ സർവകലാശാലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വിദേശ പഠനം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം പൊന്നാനിയിൽ തിരിച്ചെത്തിയതിന് ശേഷമാണ് അദ്ദേഹം പൊന്നാനി വലിയ പള്ളി സ്ഥാപിച്ചത്. 1519-ലാണ് പള്ളിയുടെ സ്ഥാപനം. കേരളത്തിലെ മറ്റു പള്ളികൾക്കില്ലാത്ത പല സവിശേഷതകളും പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിക്കുണ്ട്. കേരളത്തിൽ ആദ്യമായി തന്നെ ഒരു സംയുക്ത ദർസ് സമ്പ്രദായം, അതായത് ഇസ്ലാമിക മതപഠന ക്ലാസ് ആരംഭം കുറിച്ചത് അദ്ദേഹമാണ്. കേരളത്തിൽ അക്കാലത്ത് നിലവിൽ നിന്നിരുന്ന ഗുരുകുല സമ്പ്രദായവും അദ്ദേഹം പഠനം പൂർത്തിയാക്കിയ അസ്ഹരിയൻ പഠന രീതിയും സമന്വയിപ്പിച്ചും കൊണ്ടാണ് അദ്ദേഹം ദർസിന് രൂപം നൽകിയത്. അങ്ങനെ അദ്ദേഹം വിളക്കത്തിരിക്കൽ എന്ന ഒരു പ്രതീകാത്മകമായ വിരുദ്ധം രൂപപ്പെടുത്തുകയും ആ വിരുദ്ധം പാസ്സായവർക്ക് മുസ്ലിയാർ എന്ന പദവി നൽകുകയും ചെയ്തു. അദ്ദേഹം സ്ഥാപിച്ച പള്ളിയിലെ ദർസ് ക്രമേണ അക്കാലത്ത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിക്കുകയും അങ്ങനെ മാലിക് ബിൻ ദിനാറിനും അനുചരന്മാർക്കും ശേഷം കേരളത്തിൽ ആദ്യമായി ഇസ്ലാമിക പഠനത്തിന് വ്യാപനത്തിന് നേതൃത്വം നൽകിയ ഒരു ചരിത്ര പുരുഷൻ എന്ന ഖ്യാതി നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം പള്ളി സ്ഥാപിക്കുന്ന അവസരത്തിൽ പൊന്നാനിയിൽ ഇന്നത്തെ പോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നില്ല. അക്കാലത്ത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മതേതരത്വ സ്വഭാവം കാരണമായിട്ടാണ് പിന്നീട് ഇവിടെ ഇസ്ലാമിക പ്രചരണത്തിന് ആ വഴിയാണ്. ഭാഷയിലും ഇതിൻ്റെ ഇടപെടലുണ്ടായി. അറബ് മലയാളം എന്ന സങ്കര ഭാഷ പോലും രൂപപ്പെട്ടു. സാംസ്കാരിക വിനിമയത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയ ഹിന്ദുസ്ഥാനിയിലെ ഖവാലിയും ഗസലും ഇപ്പോഴും ഉർവരമായി പൊന്നാനിയുടെ അന്തരീക്ഷത്തിലാകെ ഉണ്ട്. चिट्ठी आई है वतन से चिट्ठी आई है। बड़े दिनों के बाद हम देवदनों को याद, बड़े दिनों के बाद हम देवदनों को याद, वतन की मिट्टी आई है, चिट्ठी आई है चिट्ठी आई है। പൊന്നാനി പൊതുവെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മക്ക എന്നാണ് അറിയപ്പെടുന്നത്. അറിയപ്പെടുന്ന മതപഠന കേന്ദ്രവുമാണ് കേരളത്തിലെ. പൊതുവെ സംഘപരിവാറൊക്കെ നടത്തുന്ന ഒരു ആക്ഷേപം ഇവിടെ മതം മാറ്റാൻ കൊണ്ടുവരുന്ന ഒരു പ്രദേശം, ഒരു സ്ഥലമായിട്ടാണ്, ഒരു പള്ളിയായിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളെ അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ ഒന്നാമൻ്റെ കാലം മുതൽ തന്നെ ഇതര മതവിഭാഗത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഹൈന്ദവ ജനവിഭാഗത്തിൽ നിന്ന് ഇസ്ലാമാകാൻ വേണ്ടി ധാരാളം ആളുകൾ പൊന്നാനിയിലേക്ക് വന്നിരുന്നു. അക്കാലത്തുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥിതി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. കാരണം അക്കാലത്ത് സവർണ വിഭാഗങ്ങൾ ഒഴിച്ച് അവർണ വിഭാഗങ്ങളിൽ തന്നെ വലിയൊരു വിഭാഗം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടിരുന്നില്ല. 1916 സാമൂതിരി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
താഴ്ന്ന വിഭാഗങ്ങൾ, അതായത് ഹരിജൻ പോലുള്ള വിഭാഗങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കുകയാണെങ്കിൽ അവർ ഹിന്ദുക്കളായി മാറുന്നു. അപ്പോൾ ഇവർക്ക് താഴ്ന്ന വിഭാഗങ്ങൾക്ക് എവിടെയും ഒരു പിടിവള്ളി കിട്ടിയിരുന്നില്ല. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് മലബാറിൽ ഇസ്ലാം മതത്തിലേക്കും തിരുവിതാംകൂറിൽ ക്രിസ്ത്യൻ മതത്തിലേക്കും ജനങ്ങൾ ആകർഷിക്കപ്പെട്ടത്. അപ്പോൾ അതിനുള്ളൊരു പ്രധാന കാരണമാണ്. അത് അക്കാലത്തുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു. മാത്രമല്ല മുസ്ലിങ്ങൾ ഇതര മതസ്ഥരോട് പെരുമാറിയുന്ന ആ മനോഭാവം. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് താഴ്ന്ന വിഭാഗങ്ങളിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായി കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തിൽ മാന്യത ലഭിക്കുന്നു, സംരക്ഷണവും എല്ലാം ലഭിക്കുന്നു. ഹൈന്ദവ വിഭാഗങ്ങൾക്കാണെങ്കിൽ അക്കാലത്തുള്ള ഹൈന്ദവ വിഭാഗങ്ങൾ എന്ന് പറയപ്പെടുന്നവർക്ക് യാതൊരു പരാതിയും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു വ്യവസ്ഥിതി പൊന്നാനിയിൽ തുടർന്ന് വന്നതിനെ തുടർന്നാണ് 1900 മൗനത്തുൽ ഇസ്ലാം സഭ സ്ഥാപിതമാകുന്നത്. ആ മൗനത്തുൽ ഇസ്ലാം സഭ സ്ഥാപിതമായപ്പോൾ തന്നെ അക്കാലത്തുള്ള ഗവൺമെൻറ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിന് അംഗീകാരവും കൊടുത്തു. അങ്ങനെ ഒരു നിയമപരമായ വ്യവസ്ഥിതിയിലാണ് ആ സ്ഥാപനം ഇന്നും നിലവിൽ വരുന്നത്. ആദ്യകാലത്ത് ഹൈന്ദവ വിഭാഗങ്ങൾ തന്നെ അതിന് സംഭാവനകൾ നൽകിയിരുന്നു. മാത്രമല്ല ഇന്ന് മൗനത്തുൽ ഇസ്ലാം സഭയുടെ കീഴിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വലിയൊരു വിഭാഗം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് ജോലി ചെയ്യുന്നത്. പൊന്നാനി എന്ന് കേൾക്കുമ്പോൾ പൊതുവെ മലബാറിലെ മെക്ക, മതം മാറുന്ന സ്ഥലം എന്ന നിലയിലാണ് ഒരു സാമാന്യ ധാരണയിൽ ആളുകൾ അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും അത് ശരിയുമാണ്. പക്ഷേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ വലിയ പാരമ്പര്യമുള്ള ഒരു നാടാണ് പൊന്നാനി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായുള്ള നികുതി ബഹിഷ്കരണം എന്ന സമരരൂപം ഗാന്ധിജി വിഭാവനം ചെയ്യുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടപ്പിലാക്കിയ ഒരു നേതൃത്വമായിരുന്നു വെളിയങ്കോട് ഉമ്മർ ഖാലിയുടേത്. ഭാഷയോടുള്ള നമ്മുടെ പ്രാഥമികമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മക്തിത്തങ്ങളുടെ പരിശ്രമങ്ങൾ ഇന്ന് പൊന്നാനിയുടെ ചരിത്രത്തിന് പ്രധാനപ്പെട്ട ഭാഗമാണ്. പഴയ ജുമാ മസ്ജിദ് ഇവിടുത്തെ സാംസ്കാരിക മലബാർ കലാപത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജനത, ആ ജനതയ്ക്കിടയിലേക്കാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശം കടന്നു വരുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടത്തിൽ ജില്ലയിലുണ്ടായിരുന്നത് ജനങ്ങൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ക്യാമ്പുകളായിരുന്നു. ആ സ്പെഷ്യൽ പോലീസ് ക്യാമ്പുകളൊക്കെ തന്നെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അടിയുറച്ചു നിന്നവരെ അടിച്ചൊതുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കേന്ദ്രങ്ങളായിരുന്നു. 1948 രാജ്യം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉന്നതമായ ഒരു കലാശാല പോലും ഈ ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഈ നാട് സാക്ഷിയായി. മലപ്പുറം ജില്ല പിന്നീട് കേരളപ്പിറവിക്ക് ശേഷം വന്ന ആദ്യത്തെ ഗവൺമെൻറ്, അതിനുശേഷം പിന്നീട് വന്ന ഐക്യമുന്നണി സർക്കാർ, ആ ഐക്യമുന്നണി സർക്കാരിൽ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ അഹമ്മദ് കുരിക്കൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് മലപ്പുറം ജില്ല സാധ്യമാക്കിയെടുക്കുന്നത്. മലപ്പുറം ജില്ല സാധ്യമാക്കിയെടുത്തതിന് ശേഷം പിന്നീട് നടന്നത് കൃത്യമായ ദിശാബോധത്തോടു കൂടിയുള്ളൊരു മുന്നേറ്റമായിരുന്നു. ആ മുന്നേറ്റത്തിൻ്റെ അനന്തരഫലമാണ്
അന്ന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഒരു കലാശാല പോലും ഇല്ലാത്ത മലപ്പുറം ജില്ല ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ജില്ലകൾ. മലപ്പുറം ജില്ലയിൽ കാണാൻ പറ്റും. ഇസ്ലാം പിന്നെ ഇവിടേക്ക് കടന്നു വന്ന മുതൽക്ക് തന്നെ, പൊന്നാനിയിൽ കൂടെ കടന്നു വന്ന മുതൽക്ക് തന്നെ മതപരിവർത്തനം, ഇസ്ലാമിൻ്റെ മതത്തിനെ പിന്നെ പ്രബോധനം ചെയ്തവരുടെ വ്യക്തിവൈശിഷ്ട്യങ്ങളിൽ ആകർഷകരായി പലരും മതം മാറി അതിലേക്ക് പോയപ്പോൾ തന്നെ വളരെ സൗഹാർദ്ദത്തിൻ്റേതായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിന്നിട്ടുള്ളത്. സംഘർഷത്തിൻ്റേതായ, പരസ്പരം പോരിൻ്റേതായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും മലപ്പുറം ജില്ലയിലുണ്ടായിട്ടില്ല. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ഒത്തൊരുമയോടുകൂടി വളരെ സ്നേഹത്തോടു കൂടി പിന്നെ ജീവിച്ചിട്ടുള്ള